എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു അടിപൊളി ഇടിഞ്ഞലഞ്ഞാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു ഐറ്റമാണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഇല്ല, നമ്മുടെ KD ബ്രദേഴ്സ് ഇല്ല, അവർ തിരക്കാണ്. അപ്പോൾ അവരില്ല, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ പുതിയൊരു ആളുകളുണ്ട്. നമ്മുടെ പുതിയ ആളല്ല, നമ്മളെ പണ്ടുതൊട്ട് നമ്മളുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മുടെ വരുന്നതാണ്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെന്താ പ്രശ്നം പറയൂ. ആരാണ് താങ്കൾ? ആരാണ് പേര് പറയൂ. അർജുൻ. ആ, ഇന്ന് പോയല്ലോ. ആ ഓക്കെ. പഠിക്കുവന്നോ? എന്ത് പഠിക്കുന്നു? പ്ലസ് ടു. എവിടെ പഠിക്കുന്നത്? SN ചെറിയനാട്. അപ്പോൾ ഇന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് ഒരു ചലഞ്ചിന് വേണ്ടി തന്നെയാണ്. പിടിച്ചു കൊണ്ടുവന്നേക്കുക വീട്ടിൽ നിന്ന് ഞങ്ങൾ. കാരണം ഇവിടെ ഒരാളെ വേണം. പിന്നെ ഇദ്ദേഹം മടിയാണ്. ഞങ്ങൾ പലപ്പോഴും വീഡിയോ തുടങ്ങിയപ്പോൾ പുള്ളി ഇതുവഴി റോഡിൽ കൂടെ സ്പീഡിൽ പാഞ്ഞു പോകാറുണ്ട്. എന്തിനാ? പുള്ളി ഒരു ഇൻട്രോവേർട്ടാട്ടോ, അതാണ് പ്രശ്നം. പലപ്പോഴും വിളിക്കുമ്പോൾ പുള്ളി ഭയങ്കര ഇന്ന് ഞങ്ങൾ പിടിച്ചു കെട്ടി കൊണ്ടുവന്നത് ഇവിടെ. അതുകൊണ്ട് പുള്ളി അതാ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയില്ല. നമ്മളിപ്പോ പുള്ളി പുറകെ പാത്തിരിക്കുകയായിരുന്നു. പോലീസുകാർ പ്രതിയെ കൊണ്ടുവന്നാണ്. ക്യാമറ നോക്കും, പേടിയാ. അങ്ങോട്ട് നോക്കി ബ്രോ, ക്യാമറ ഇച്ചിരി നേരം പുള്ള മുഖത്തോട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശരത്തളിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗ് ഞങ്ങൾ നേരത്തെ എടുത്താണ്. അപ്പോൾ ഷോർട്സിലെ വിജയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കമൻറ്റ് നോക്കുക, നിങ്ങളാണോ അല്ലയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മെസ്സേജ് റിപ്ലൈ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ സെലക്ട് ചെയ്തായിരിക്കും പിന്നെയും. അപ്പോൾ ഇന്നത്തെ മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മട്ടണാണ് എടുത്തിരിക്കുന്നത്. മട്ടൺ നമ്മൾ നേരത്തെ മട്ടൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, മട്ടൺ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അപ്പം മട്ടൺ കറി എടുത്തുള്ളൊരു വെറൈറ്റി ആയിട്ടാണ്. പൊറോട്ടയും മട്ടനുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ബിനീഷ് പ്രോ ഉണ്ട്, പുള്ളി ജയിക്കുമെന്ന്. യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇന്നത്തെ മത്സരം ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ഇന്നത്തെ മത്സരത്തിൽ 2 ടീമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോറി, 3 ടീം. ഞാനിൽ ഇവരെ മെയിനായിട്ട് കൊണ്ടുവന്നേ ടീം തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്ന് വെച്ചാൽ പൊറോട്ടയും മട്ടനും ആണല്ലോ. അപ്പോൾ അത് കഴിക്കുന്ന ആൾ, ഒരാൾ കഴിക്കുക, ഒരാൾ കൂടെ നിൽക്കുക. അപ്പം സപ്പോർട്ടിന്. അപ്പം കഴിക്കുന്ന ആൾക്ക് കൈ ഉപയോഗിക്കാൻ പാടില്ല. നോ ഹാൻഡ് ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ കൂടെ ഉള്ളവർ വാരി കൊടുക്കണം. അല്ല അങ്ങനല്ല, വാരി കൊടുക്കണം. അപ്പം കൂടെയുള്ള ആള് വാരി കൊടുക്കണം. അപ്പം ഇദ്ദേഹത്തെ കൊണ്ടുവന്നു വെച്ചാൽ ബിനീഷ് ബ്രോയുടെ വാരി കൊടുക്കാൻ വേണ്ടിയാണ്. അർജുൻ. അടുത്ത 2 ടീം, പ്രൈവറ്റ് ടീമാണ്. ഈ നീര് ടീമാണ്. കഴിക്കണം. അപ്പോൾ സുബിൻ നന്ദുവിന് വാരി കൊടുക്കട്ടെ, പ്രവീണ് വാരി കൊടുക്കട്ടെ. എന്താ വാറന്നല്ലേ, കുഴപ്പമുണ്ടോ? സ്പീഡ് കഴിക്കണം കേട്ടോ. മട്ടൺ കറക്റ്റ് കഴിക്കണം കേട്ടോ. പെങ്ങൾക്ക് കൊച്ചുണ്ട്, ട്രെയിനിങ് കൊച്ചിന് വാരി കൊടുക്കാൻ. അല്ല, ഇതില് 5 പൊറോട്ടയാണുള്ളത്. മട്ടൺ നല്ലപോലെ ഉണ്ട്. കറക്റ്റായിട്ട് വാരി കൊടുത്ത് വെള്ളം കൊടുപ്പിക്കുക. വെള്ളം വരെ കൊടുക്കണം വേണം തന്നെ. കൈ കെട്ടിയിടുവല്ലോ? കെട്ടിയിട്ട് അർത്ഥത്തിൽ അങ്ങനെ വേണം. നിങ്ങളെ ഈ വിശ്വാസമാണ്, ഇവനെ മാത്രമേ വിശ്വാസം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ആ, വേണേ കയറി കെട്ടാൻ കുഴപ്പമില്ല. ഇങ്ങനെ കെട്ടണം. എടാ, ഇങ്ങനല്ല കേട്ടണ്ടേ. ഉടായിപ്പെടുക്കുക. അപ്പോൾ സുബിൻ ഓക്കെ അല്ലേ? വാരി കൊടുത്തുള്ള പരിചയം ഉണ്ടോ? ഓക്കെ. എന്താ പറ, എന്താ പുള്ളി പഴയ കാലത്തെ ഇതൊക്കെ ഒന്ന് ഓഹോ. കള്ളത്തെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നോക്കിക്കോണം കേട്ടോ. മോന് പോണോ വീട്ടിൽ പോണോ? ചോദിച്ച അവനെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. കൈ വല്ലതും കടിച്ചെടുക്കുന്ന അത് തന്നെ പേടിക്കണം കേട്ടോ. അപ്പൊ ഒരു വെറൈറ്റി ചലഞ്ച് അല്ലേ ഇത്? ഇത് സക്സസ് ആയിട്ട് നമുക്ക് അടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ചെയ്യുന്നത്. യൂട്യൂബിൽ കുറെ പേര് ചെയ്യുന്നുണ്ട്. അല്ലല്ല, ഇത് ഞാൻ വേറെ ഇടന്ന് എടുത്തതാ. ഉള്ളാരും പറയുന്നു. കേരളത്തിലല്ല, കേരളത്തിൽ നമ്മളല്ല. അപ്പൊ നമുക്ക് പഞ്ചായത്ത് നമ്മളാണ്. അപ്പൊ പോയാലോ? പൊക്കോട്ടെ ഓക്കെ അല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങളുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. ആ ഒരു അടിപൊളി മത്സരം അവിടെ തുടങ്ങാൻ വേണ്ടി പോകണാണ്. മട്ടൺ ഇഷ്ടംപോലെ ഉണ്ട് ഇനി കേട്ടോ. മട്ടൺ ഇനി വേണോ?
ഇഷ്ടം പോലെ മട്ടൻ വേണോ? വേണ്ടേ? പൊറോട്ട 4 ഉള്ളൂ കേട്ടോ. കാരണം 6 പൊറോട്ട തരായിരുന്ന 4 മൈന്ന് പറഞ്ഞ് ഇവരെല്ലാം പരാതി പറയുന്നുണ്ട്. വെച്ചോ കൈ ഫ്രണ്ടിലോട്ട് വെച്ചു എല്ലാരും. അല്ലല്ല ബാക്കി വെച്ചാ ഇവൻ വിഷയമാണ്. അല്ല ഇവൻ ഫ്രണ്ട് വെച്ചാൽ വിഷയമാണ്. ടേബിളിന്റെ മുകളിലേക്ക് കൈ വരാൻ പാടില്ല. എന്തെങ്കിലും ഉടായ്പാണെങ്കിൽ അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ നമുക്ക് പോവാം. ഗോ. ഇവിടെ സൈലന്റ് അവാർഡ് സിനിമ. ഞാൻ ചുരുട്ടണ പറഞ്ഞ എടുത്ത് ഓ ഇവിടെ കുത്തി കഴിച്ചത് വായിക്കാത്ത ഇറങ്ങണ്ടേ സാധനം. ഇവിടെ സ്ട്രാറ്റജി കേട്ടോ, ഭയങ്കര സ്ട്രാറ്റജി. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇതുവരെയായിട്ട് ഒരു വീട് കൊടുത്തില്ല. ഇവിടെ കണ്ട് എന്ത് സ്മാർട്ടാണ് കളിക്കുന്നത് മക്കളി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പിച്ച് ചെയ്യുന്ന കേട്ടോ. ഇവിടെ എന്ത് രസം കൊടുത്തു. ഇവിടെ സംഭവം ടേസ്റ്റ് ഉണ്ട് നന്ദു, കണ്ടിട്ട് നല്ല മണം വരുന്നു. ഇവിടെ ഇതിനാണെങ്കിൽ ഭയങ്കര സ്ട്രാറ്റജി കേട്ടോ. എല്ലാം പിച്ച് ചെയ്തിട്ട് കാണാം സിമ്പിളായിട്ട്. 2 പൊറോട്ട വായിക്കാത്ത പോലും ഇവിടെ 2 പൊറോട്ട ഇവൻ എങ്ങനെ കുത്തിക്കിട്ട് മനസ്സിലാവുന്നില്ല. കഴിച്ചപ്പോ ഇത് വെറൈറ്റി ഒരു ഫണ്ണി ചലഞ്ചാണ്. ഇവിടെ റൊമാലിയാണ് ഇത്. ഷവർമ വെള്ളം കൊടുക്കണം. ആ ദൈവമേ, ഇത് എങ്ങോട്ടാ ഇത് പോയത്? ഇപ്പോ മട്ടൻ കഴിക്കണം, മട്ടൻ സൂക്ഷിച്ച് കഴിക്കണം, എല്ലാം ഉണ്ട് കേട്ടോ. വെള്ളം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത് ഇവിടെ. പെട്ടെന്ന് വെള്ളം വരെ കൂടുതലവൻ എടുത്തു കൊടുക്കണം. കൊടുക്കും. കഴിച്ചപ്പോ അവിടെ വിരിച്ചോ എല്ലാരും നോക്കണം കേട്ടോ. ഇവിടെ വിറക്കണം അവനെ പതുക്കെ കേട്ടോ. ഈ വിറക്കാതെ പതുക്കെ കൊടുത്താൽ. ഓ എല്ലു നോക്കണം കേട്ടോ. മട്ടൻ നോക്കണം കേട്ടോ. എല്ലു വേണം കേട്ടോ. എന്തോ എനിക്കറിയില്ല. കഴിച്ചപ്പോ നമ്മള് കൈ നോക്കണം അവന്റെ. ടേസ്റ്റ് ഉണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ രസമുണ്ട്. എന്തുവാ ഇന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ ഞങ്ങള്. കഴിച്ചപ്പോ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത് ഇവിടെ. ഈ സത്യത്തിൽ ഇത് ഫിനിഷ് ബ്രോ കൈ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പുള്ളി 1 മിനിറ്റ് കൊണ്ട് ഇപ്പൊ തീർത്തേന്. ഇവിടെ ഇവനെ ഈ ക്ലാസ് എടുത്ത ഇവനെ കൊണ്ടുവന്ന് നമ്മൾ ഫിനിഷ് ബ്രോ ഒന്ന് പതർന്ന് വെച്ച് കൊണ്ടുവന്നതാ. പക്ഷെ ഇവിടെ ഇവനാണ്ട് എടാ നീ വീട്ടിൽ ഇതുപോലെ വാരി കൊടുത്തത് എനിക്ക് തോന്നുന്നു നല്ല രസീതുണ്ടല്ലേ? നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോടാ? ഏടാ അടിപൊളിയായിട്ട് ചെയ്യുന്നവൻ, അവൻ സെറ്റായിട്ട് ചെയ്യുന്നവൻ. നന്തോളി ഒറ്റ മാത്രമേ ഉള്ളൂ, ഒറ്റ മാത്രം നന്തോളി. ഒറ്റ മട്ടനുണ്ടോ ചേട്ടാ? മട്ടനുണ്ട്. ഫുള്ള് കഴിക്കണം, ഫുള്ള് കഴിക്കണേ. മട്ടൻ ഉൾപ്പെടെ എല്ലാം കഴിക്കണം. ശകലം പോലും കാണാൻ പാടില്ല കേട്ടോ. ഇവിടെ വെള്ളം എടുത്തിരിക്കുന്ന ഈ സ്ട്രാറ്റജി ഇവ മാത്രമേ എടുത്തുള്ളൂ. ബാക്കി ആരും വെള്ളത്തിൽ തൊട്ടിട്ടില്ല. ഓ ലാസ്റ്റ് പൊറോട്ട എടുക്കുന്നു ബിനീഷ് ബ്രോ ആൻഡ് ടീം. ലാസ്റ്റ് പൊറോട്ട ചുരുട്ടി പിടിച്ചിരിക്കുന്നത് സുബിൻ സ്ട്രാറ്റജി ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ചുരുട്ടി പിടിച്ചുള്ള കളിയാണിത്. എന്താടാ ഇതിന്? ഈ കൈ എന്തിനാ വന്നത്? കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഇല്ല അവന്റെ കയ്യിലുണ്ട്, സാധനം വെച്ചിട്ടുണ്ട്. കഴിച്ചപ്പോ ഇഞ്ചോടിഞ്ഞ മത്സരം നന്ദുവളിയനും ബിനീഷ് ബ്രോയും നമ്മുടെ പ്രവീൺ അലിയോടെ ഇഞ്ചോടിഞ്ഞ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ പിടിവല്ലി ഇലാസ്റ്റിക് വെള്ളം കുടിക്കുന്നു. ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരം ബിനീഷ് ബ്രോയും നന്ദുവളിയനും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. സ്വന്തം കൈ കൊണ്ടായാലും മറ്റുള്ളവർക്ക് വാരി തന്നാലും ശരി, ഞാൻ ലൊട്ടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവീൺ അളിയൻ വീണ്ടും തെളിയിക്കുവാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ സിമ്പിളാണ്. പൊറോട്ട ഇല്ല ഇവിടെ കേട്ടോ. ബിനീഷ് ബ്രോയ്ക്ക് പൊറോട്ട ഇല്ല കേട്ടോ. 3 വായിക്കുള്ള പുള്ളിയുടെ 10 വായാണത്. 3 വായെന്ന് പറഞ്ഞത് ഒരു പിടിയല്ലോ ഇവിടെ. പ്രവീണിൽ 4 പിടി, 4 ഉരുള എന്ന് തീർക്കും. ഒരു പാന്റ് പോയിരിക്കണം ഇവിടെ. ഒരു പാന്റ് മുഴുവൻ അതിലിരിക്കുകയാണ്. ടൈമായി ഈ അമ്മമാരെ കുഞ്ഞിന് വേണ്ട. കഴിഞ്ഞു
വിനീഷ് ബ്രോ കഴിഞ്ഞില്ല അവിടെ നിർത്തി കഴിഞ്ഞില്ല സെക്കൻഡ് പ്രൈസ് ഉണ്ട് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് ഉണ്ട് കഴിഞ്ഞോ യെസ് ഇറക്കി എന്തോ കേട്ടില്ല 6 രണ്ടാം സ്ഥാനത്തുള്ള മത്സരമാണ് ഇഞ്ചോടിഞ്ച് മത്സരം രണ്ടാം സ്ഥാനം ആർക്കാണ് രണ്ടാം സ്ഥാനം പി വി അമ്മ കുഞ്ഞിന് മതിയെന്ന് വെള്ളപ്പൊക്കം വരുന്ന കഴിച്ചു തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പയ്യനെ കൊണ്ട് ഒരു പൊറോട്ടയും കറിയും കൂടെ കഴിപ്പിച്ചിട്ട് നിർത്തുന്നത്. അതില്ല തീർക്കണേ നീ ഉടായ്പെടുത്തു നിന്റെ മറ്റേ കയ്യിലായിട്ടുണ്ട് നീ ഒരു പീസ് എടുത്തു ഞാൻ കണ്ട അവിടെ എടുക്കുന്നു നീ എടുത്തായിരുന്നു എടുത്തേ ആര് മത്സരിക്കണം അങ്ങോട്ട് മതിയോ അല്ല സ്വന്തം കയ്യിലായാലും മറ്റുള്ളവർ വാഴ്ത്തുന്നാലും ജയിക്കാൻ പറ്റത്തില്ല ഇവിടെ മട്ടൻ കൊള്ളാവോ ആയിരുന്നു നീ കഴിച്ചോ പാൻ്റെ പോയിട്ടുണ്ട് ഇവൻ കൊള്ളാൻ കേട്ടോ ഇവന് ഞാൻ വെച്ച് ഇവനെ കൊണ്ടുവന്നത് ടൈറ്റ് ആക്കാൻ വേണ്ടി പക്ഷെ ഇവൻ ഭയങ്കര സ്മാർട്ടറാ നൈസ് വിജയശില്പി ഇവങ്ക തന്നെ കേട്ടോ. സ്വന്തം കൈക്ക് കഴിക്കും. അതെ സ്വന്തം കയ്യിൽ കഴിക്കും നീ കഴിക്കടാ ഓക്കേണോ കഴിഞ്ഞോ ഓക്കെ കഴിച്ചപ്പോൾ രണ്ടാം സ്ഥാനം നന്ദോളി എടുത്തിരിക്കുകയാണ് നന്ദോളിയാണ് സുബിൻ ടീം എടുത്തിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള അവസരം ഡിസ്ക്വാളിഫൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ബിനീഷ് ബ്രോ പെട്ടെന്ന് ടീം മാറി ബിനീഷ് ബ്രോ ആൻഡ് അർജുൻ ജയിച്ചിരിക്കുകയാണ്. അല്ല ഈ മെഷീനും കൊള്ളായിരുന്നു കൈ മെഷീൻ അതെ അരച്ച് കൊടുക്കാൻ വേണ്ടി പുള്ളി മെഷീൻ മാർക്കാവുന്നില്ല ഇവിടെ മെഷീൻ ലേറ്റ് ആയിരുന്നു മെഷീൻ പോയിട്ട് ഈ എന്തോ മെഷീൻ ഓക്കെ ആയിരുന്നു നീ ലേറ്റ് നീ കൊടുക്കാൻ ഭയങ്കര അല്ല ഇവന് താമസിച്ച കൊടുത്തു നിങ്ങൾ ഒരു പുള്ളി ഞാൻ ഓർത്തേടാ ഇവനോട് രഹസ്യമായിട്ട് പറയാം കുറച്ച് കഴിയുമ്പോ ഒന്നും നടന്നില്ല ഒരു പൊറോട്ട ഫുള്ളായിട്ട് ഇവൻ ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഒരു പൊറോട്ട കുത്തിക്കരുത് ഇവിടെ ഇടയ്ക്ക് റബ്ബർ ബാൻഡ് പോലായിരുന്നു ഇവൻ പീസാക്കാനും ശ്രമിച്ചു എന്നോട് ഇത് മുഴുവനായിട്ട് നിന്നോളാം ഇടയ്ക്ക് അണ്ണൻ നൈസ് എടുക്കാൻ നോക്കി കൈ വെച്ചിട്ട് ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. ദാസപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ടൈറ്റ് ആയിരുന്നു. കേടി വാരി കൊടുത്തിരുന്നേരം കേടി കുത്തി കയറ്റുമാണ് ബ്രോ. പിന്നെ നമ്മുടെ ഒരാൾ സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ അമ്മാവനാരാണ് വരുന്നുണ്ട് ബിനീഷ് ബ്രോ തോപ്പിക്കണം എന്ന് പറഞ്ഞു. നീ ഫോട്ടോ കഴിച്ചെന്ന് സത്യം നീ ഫോട്ടോ കഴിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിക്കാം കുറച്ച് ദിവസം വന്നിട്ട് വിളിക്കാം. പുള്ളി ഇങ്ങനെ മെസ്സേജ് കഴിച്ചു. അത് മാത്രമല്ല വളരെ കുറവാണ്. ഷോർട്സിലോട്ട് നമ്മൾ പോകുന്നു. വ്ലോഗ് നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ട് അല്ല അത് നമ്മൾ വെക്കാതെ കഴിക്കാൻ വിജയ് നിങ്ങള് ദാസപ്പൻ ലോട്ടറി ടീമിലാണെങ്കിൽ അവിടെയാണെങ്കിൽ വിജയ് ഇല്ല. അല്ല അവിടെ ചിലപ്പോ ഇതായിരിക്കും സമയം കഴിഞ്ഞ് ടൈം ഔട്ട് ആവും. 5-10 മിനിറ്റ് ഞങ്ങള് ഒത്തിരി സമയം എടുക്കും. അടുത്തൊരു ലൊട്ട മത്സരം വെച്ച് നോക്കാം. ഈ സെയിം ഞാനിപ്പോ നീ ഒരു ടീമിലാ തന്നെ ലൊട്ടയിലാണ് ഒരു പൊറോട്ടയും ഒരു പീസ് മട്ടൻ കറിയും വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് കൊണ്ടുപോകാം. ഇവനെ കൊണ്ടുവരാൻ കഴിക്കുന്നേ മുടികാലോ സ്പ്രിംഗ് ആണോ കൂട്ടത് ജൂനിയർ CR7
അവിടെ അങ്ങനെ ചെയ്തതാണോ അത് ചെയ്തതാണോ ഞാൻ പിന്നെ ഓൾറെഡി രമണനാ പഴയ ഹരിശ്രീ ഇങ്ങനെ കറക്കി വെക്കത്തില്ലേ. ഓക്കെ 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 അപ്പം തീർക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട്